Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് അഡ്വാൻസ്ഡ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SC ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് സിയിൽ നമുക്ക് 4 SI ചോദ്യങ്ങളിൽ 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വരാറ്. അപ്പോൾ പ്രോബ്ലത്തിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മാർജിനൽ കോസ്റ്റിംഗ് തന്നെയാണ് ആദ്യം. സോ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്തായാലും ഉണ്ടായിരിക്കും, നിർബന്ധമായും പഠിക്കണം. ബേസിക്സ് നന്നായിട്ട് കവർ ചെയ്യുക. ഇപ്പോൾ BP സെയിൽസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സെയിൽസ് റിക്വയർഡ് ചെയ്യണമെങ്കിൽ പ്രോഫിറ്റ്, ചിലപ്പോൾ 2 ഇയറിലത്തെ സെയിൽസ് 2 ഇയറിലത്തെ ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് തന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിക്കാനാവാം. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ ഇപ്പോൾ പ്രോഫിറ്റ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളോ മേക്ക് ഓർ ബൈ ഡിസിഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആവാം പ്രോബ്ലം. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗിൽ നിന്ന് കമ്പൽസറി ഒരു പ്രോബ്ലമാണ്, നിർബന്ധമായും പഠിക്കണം. ഇനി ഇതിൽ നിന്ന് തിയറിക്കുള്ള സ്കോപ്പും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഓർ യൂസസ് എന്ന് പറയും, ഓർ യൂസസ്. ഇത് തിയറി ആയിട്ടും ചോദിക്കാം. അപ്പോൾ തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ സ്കോപ്പുള്ള ഒരു ബ്ലോക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. ഇതാണ് ആദ്യത്തെ സജഷൻ. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ABC. നിർബന്ധമായും പഠിക്കണം. ഇതിൻ്റെ തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ചാൻസ് ആണ്. ഇപ്പോൾ തിയറിയിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ. ഓക്കെ, അപ്പോൾ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള തിയറി ഉണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ തിയറി നോക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം, ഒന്നെങ്കിൽ തിയറി ആവാം, അതല്ലെങ്കിൽ പ്രോബ്ലം ആവാം. ഞാൻ പറയണു ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്, അതല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം. ഓക്കെ, ഇതാണ് മറ്റൊരു സജഷൻ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതിൻ്റെ വാരിയൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം. അത് മെറ്റീരിയൽ, ലേബർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നിന്ന്. എന്താണ് മെറ്റീരിയൽ വാരിയൻസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനോ, അതല്ലെങ്കിൽ എല്ലാതും ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ്, പ്രൈസ്, ഈൽഡ്, മിക്സ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒറ്റ ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ ലേബർ. മെറ്റീരിയൽ പഠിച്ചവന് ലേബർ ഈസിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയലോ ലേബറോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ലാസ്റ്റ് ബ്ലോക്കിൽ നിന്ന് തിയറിക്ക് സ്കോപ്പുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അത് വരുന്നത് EPM ആണ്. EPM എന്താണ്, EPMൻ്റെ ചലഞ്ചസ്, അതുപോലെ തന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം. ഓക്കെ, ദെൻ ലാസ്റ്റ്, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ കിട്ടും. ഇനി ലാസ്റ്റ് ഒരു സജഷൻ കൂടി നൽകാനുള്ളത് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ നിന്നാണ്. ട്രാൻസ്ഫർ പ്രൈസിങ് എന്താണ്, ഇതിൽ നിന്ന് പ്രോബ്ലം ഇടാമെന്ന് അറിയില്ല. അതിൽ തിയറിയാണ്, മെത്തേഡ്സ്, മോഡൽസ് ഉണ്ട്, പല മെത്തേഡ്സ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു തിയറി ചോദ്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു സജഷൻ പറയാനുള്ളത് SIക്ക് സ്കോപ്പ് ഉള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. ബട്ട് അത് വന്നാലും നിങ്ങൾ എഴുതാൻ ഞാൻ പറയില്ല,
കാരണം അത് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു എസ്സേക്ക് പിന്നെ സ്കോപ്പ് ഉള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ബട്ട് ഞാൻ വീണ്ടും പറയണു, അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ബട്ട് എസ്സേ സ്കോപ്പ് ഉള്ളൊരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ തരണു മാത്രം. ഓക്കെ, ആദ്യത്തെ 5 തന്നെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിൻ്റെ സജഷൻസും പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ സജഷൻസും ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.